ഇന്ന് ഞങ്ങളെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇവളെനിക്ക് മുട്ടായി തന്നില്ല ഗൈസ്. ഇവള് അവിടെ എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവളുടെ മുട്ടായി അങ്ങ് തീർന്നത്ര. വാങ്ങിച്ചു തന്നു ഗൈസ്. ഇവിടുത്തെ കുട്ടിപ്പട്ടാളം. ഇവിടെ പൊന്നൂസിന്റെ മമ്മി. ഒരു ഐസ്ക്രീം ആവാം അല്ലേ? അല്ലേ അല്ലേ അല്ലേ? ഇന്ന് പൊന്നൂസ് വാങ്ങിച്ചത്. ഇന്ന് ഫുള്ള് പൊന്നൂസിന് ചെലവാണ്. പൊന്നൂസ് നിനക്ക് എന്തോ ഐസ്ക്രീമാ വേണ്ടേ? ഏതെങ്കിലും എന്താണെങ്കിലും കുടിക്കും. ആ ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലൊക്കേഷനിലെത്തുന്നതായിരിക്കും. കുഞ്ഞമ്മയൊക്കെ കൊലശേഖരത്താണ് താമസിച്ചിരുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർ അവിടെ നിന്ന് സ്ഥലം മാറി, വീട് മാറിയതിന് ശേഷം ഇതുവരെ ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല. പോയിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ടില്ല. അതിന് ശേഷം ആദ്യമായിട്ട് വന്നിട്ടില്ല. നമ്മൾ എത്തിയിരിക്കുകയാണ്. സുഖം. ഇതാണ് എൻ്റെ കുഞ്ഞമ്മ. അറിയാമോ? ഇത് ഇളയ പുത്രൻ ആദർശ്. ഞാനാര്യ. ഞങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ്. പക്ഷെ കൊച്ചി തന്ന നേരെ കേക്ക് കൊണ്ട് അവളെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചിട്ട് നിൽക്കുവാങ്ങനെ. ഞാൻ പറഞ്ഞ പൊട്ടാ കൊണ്ട് ഒളിപ്പിച്ച് വെക്കടാ. ഇപ്പൊ കുഴപ്പമില്ല, നീ മറ്റേ ആക്ടിങ്. ഞാൻ സ്റ്റാർട്ട് പറയാം, അപ്പൊ നീ ആക്കണം. ഓക്കെ. അപ്പൊ സേ എഴുന്നേക്ക് പാർക്കി പോവാ. വെടിവെപ്പൊക്കെ പിന്നെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ആദർശ് ഭായി പറഞ്ഞു അത്രയ്ക്കൊന്നും അവിടെ കാണാനില്ല, എന്തിനാ പോകുന്നതെന്ന്. ആര്യ പറയുന്ന അവിടെ കൊള്ളാം, നമുക്ക് നോക്കാം. പറയണ്ടല്ലോ, അത്ര കൊള്ളാന്നില്ല. കുറച്ച് കളിക്കാൻ, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി നമുക്കില്ല. പിള്ളേർ തന്നെ. ഊഞ്ചലല്ല, ഊഞ്ഞാല്. ഓ, തമിഴ്നാട്ടുകാർക്ക് ഊഞ്ചൽ, മൂഞ്ചലെന്ന് കേട്ടിട്ടുണ്ട്. ഊഞ്ചലെന്ന് പറഞ്ഞിട്ടാ കേൾക്കുന്നത്. പാർക്കിലെത്തിയിട്ടുണ്ട്. വീട്ടിലായിരിക്കും. ചെറിയ വാവ്.
അയ്യോ തല ഇറങ്ങുന്നു നില തല ഇറങ്ങുന്നു കൈയും തെറ്റി ഇങ്ങനെ അടിച്ച് നഖം കൊണ്ട് എങ്ങനെയുണ്ട് ഛർദിക്കാൻ വരുന്നു ഇത്ര കറങ്ങിയത് എങ്ങനെയുണ്ട് അമ്മസ് എങ്ങനെയുണ്ട് അയ്യാ തല ഇറങ്ങി പാട്ട് പാടാം ചോളാ